ഒരു കായിക താരത്തിന് അനുഭവിക്കാൻ പറ്റുന്ന ഏറ്റവും മോശം അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയാണ് വിനേഷ് ഫോഗട്ട്. നമ്മുടെ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ അഭിമാനമായി ഫൈനലിൽ എത്തിയ താരം. എല്ലാവരും വിചാരിച്ച് ഉറപ്പായിട്ടും ഗോൾഡ് മെഡൽ അടിക്കും എന്ന് വിചാരിച്ചിരുന്നൊരു താരമാണ്. പക്ഷേ ഒരു 100 ഗ്രാം വെയിറ്റ് കൂടി എന്നതിൻ്റെ പേരിൽ ഒളിമ്പിക്സിൽ നിന്ന് അയോഗ്യയാക്കി ഏറ്റവും അവസാന സ്ഥാനത്തേക്ക് വന്നു. അപ്പം 100 ഗ്രാം വെയിറ്റ് കൂടിയത് തന്നെയാണ്, അതിനകത്ത് നമ്മളൊന്നും പറയുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ നിന്ന് ഇവരുടെ കൂടെ പോയ കോച്ച്, ഇവരുടെ ഡയറ്റീഷ്യന്മാർ, ഡോക്ടർമാർ തുടങ്ങി ഒരുപാട് ആൾക്കാർ, ഇവരൊക്കെ എന്ത് തേങ്ങയാണ് അവിടെ നോക്കിക്കൊണ്ടിരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇവരൊക്കെ ചുമ്മാ പാരീസ് കാണാൻ പോയതാണെന്ന് തോന്നുന്നത്, അല്ലാതെ ഇതിനു വേണ്ടി പോയതാണെന്നൊന്നും തോന്നുന്നില്ല. എന്തായാലും വളരെ 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 ഒരു വൃത്തികെട്ട കാര്യമായിപ്പോയി. അപ്പോൾ അതോടുകൂടി വിനേഷ് ഫോഗട്ട് മൊത്തത്തിൽ അങ്ങ് തളർന്ന് ഇപ്പോൾ ഗുസ്തിയിൽ നിന്ന് പിന്മാറുകയാണ്. ഗുസ്തി ജയിച്ചു, താൻ തോറ്റു എന്നൊക്കെ പറഞ്ഞ് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ വിനേഷ് ഫോഗട്ട്. അപ്പം വിനേഷ് ഫോഗട്ട് ഹീറോയായി മാറിയത് ഈ ഒളിമ്പിക്സോട് കൂടിയൊന്നുമല്ല. കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ വലിയൊരു പ്രക്ഷോഭം നടന്നു ഗുസ്തി താരങ്ങളുടെ. അപ്പോൾ അതിനകത്ത് ഈ വിനേഷ് ഫോഗട്ടൊക്കെ വളരെ 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 ശക്തമായ രീതിയിൽ പ്രതികരിച്ച ഒരു വ്യക്തിയാണ്. അപ്പം നമ്മുടെ കേന്ദ്രം നമ്മുടെ യുവതാരങ്ങൾക്ക് അല്ലെങ്കിൽ വളർന്നു വരുന്ന താരങ്ങൾക്ക് അല്ലെങ്കിൽ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ താരങ്ങൾക്ക് കൊടുക്കുന്ന വില നമ്മൾ അന്ന് കണ്ടതാണ്, നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ അത്രത്തോളം ഒരു പട്ടി വിലയാണ് ഇവിടുത്തെ സ്പോർട്സ് താരങ്ങൾക്ക് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്പോർട്സും അല്ല കേട്ടോ, ക്രിക്കറ്റ് തുടങ്ങി ഭയങ്കര ഹൈ ലെവൽ സ്പോർട്സുകൾക്കും ഇത് കൂട്ട് ഗുസ്തി, അത്ലറ്റിക്സ് തുടങ്ങിയ സ്പോർട്സ് താരങ്ങൾക്കും ഗവൺമെൻറ് കൊടുക്കുന്ന വില എന്ന് പറയുന്നത് പട്ടി വിലയാണ്. മറ്റതൊക്കെ നല്ല ഹൈ ലെവല്, ക്രിക്കറ്റിനൊക്കെ കൊടുക്കുന്ന വില എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല, അങ്ങ് ഹൈ ലെവൽ പൊക്കി വെച്ചേക്കുവാണ്. അപ്പം ആ സമയത്ത് ഈ വിനേഷ് ഫോഗട്ടിനെ പോലെയുള്ള തുടങ്ങി പല ഗുസ്തി താരങ്ങളും വളരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചിരുന്നു. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് വളരെയധികം അവരെ ഉപദ്രവിച്ചു കേട്ടോ, വളരെയധികം ഉപദ്രവിച്ചു. പക്ഷെ അന്ന് തൊട്ട് ഈ വിനേഷ് ഫോഗട്ട് എന്ന് പറയുന്നതും അവരും മറ്റുള്ള ഗുസ്തി താരങ്ങളൊക്കെ ഇന്ത്യക്കാരുടെ മനസ്സിലാണ് ഇടം പിടിച്ചത്. പിന്നെ ഇവരിപ്പോൾ വിനേഷ് ഫോഗട്ട് ഫൈനലിൽ വരെ എത്തുന്നൊന്നും ചിലപ്പോൾ വിചാരിച്ച് കാണൂല. ഇതിപ്പോൾ ഫൈനലിലെത്തി തിരിച്ചു വന്നൊരു മെഡലൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ സമരം ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ചർച്ചകളൊക്കെ വരും. അപ്പോൾ അന്ന് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്താണെങ്കിലും വളരെ മോശമായ രീതിയിലുള്ള ഒരു വിരമിക്കലായിപ്പോയി കിട്ടിയത്. എന്ത് ചെയ്യാൻ, അത് മനസ്സ് തളർന്ന് കാണും കേട്ടോ. അതിനകത്ത് കാണുന്നുണ്ട് പിറ്റേ ദിവസം ആശുപത്രിയിലായി, അത്രത്തോളം വർക്കൗട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വാർത്താ ചാനലുകളിൽ കണ്ടു. അപ്പം മനസ്സ് തളരാതിരിക്കില്ല. കഷ്ടപ്പെട്ട് ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ നേടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അല്ലെങ്കിൽ ഒളിമ്പിക്സിൻ്റെ ഒരു മെഡൽ, വെങ്കലോ സ്വർണ്ണോ വെള്ളി എന്തോ ആയിക്കോട്ടെ, കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പം ഫൈനൽ വരെ എത്തിയിട്ട് 100 ഗ്രാമിൻ്റെ പ്രശ്നത്തിൽ പുറത്താകുക, അയോഗ്യയാകുക, ഏറ്റവും അവസാന സ്ഥാനത്തേക്ക് വരിക എന്ന് പറയുന്നത് ഒരു കായിക താരത്തിനെ അപേക്ഷിച്ച് കറുത്ത ദിനങ്ങളാണ്. അത് അവരെ അപേക്ഷിച്ച് മാത്രമല്ല, ഇന്ത്യക്കാരെ അപേക്ഷിച്ച് മൊത്തം ഒരു കറുത്ത ദിനമാണ്. 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ സ്വർണ്ണ മെഡൽ മേടിക്കാൻ ആർക്കും പറ്റുന്നില്ല എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. നീരജ് ചോപ്ര, അഭിനവ് ബിന്ദ്ര തുടങ്ങിയ കുറച്ച് ആൾക്കാർ മാത്രമാണ് സ്വർണം കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാർ. ഇപ്പോൾ വിനേഷ് ഫോഗട്ടിന് കൂടി കിട്ടേണ്ടതായിരുന്നു, അത് കിട്ടുന്നില്ല. 140 കോടി ജനങ്ങളുള്ള ഇന്ത്യ ഇപ്പോൾ 64-ാം സ്ഥാനത്തെങ്ങാണ്ട്. ആകെ 70 രാജ്യം എന്തോ ഉള്ളൂ ഒളിമ്പിക്സിൽ, 72 എന്തോ ഉള്ളൂ. അതിനകത്ത് 64-ാമതാണ് ഇന്ത്യ കിടക്കുന്നത്. ഇന്ത്യൻ്റെ പേര് പോലും കേൾക്കാനില്ല. വല്ലാത്തൊരവസ്ഥയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇതും കൂടി വരുമ്പം വിനേഷ് ഫോഗട്ടിന് മാത്രമല്ല, ഇന്ത്യക്കാർക്ക് മൊത്തത്തിൽ ഇന്നലെ പാരീസ് എന്ന് പറയുന്നൊരു കറുത്ത ദിവസമായിരുന്നു. പിന്നെ ഇന്നിപ്പം നീരജ് ചോപ്രേൻ്റെ ജാവലിംഗ് ഉണ്ട്. അപ്പം അന്നത്തെ സമരം തൊട്ട് വിനേഷ് ഫോഗട്ട് ഇങ്ങനെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു വ്യക്തിയാണ്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കണ്ടാൽ തന്നെ അറിയാം, ഷോൾഡേഴ്സൊക്കെ ഉണ്ടല്ലോ, അതായത് സാധാ ഒരാൾക്കുള്ള ഷോൾഡറൊന്നുമല്ല, ഭയങ്കര എന്താ പറയുക, ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ് അവസ്ഥ കേട്ടോ.